നമസ്കാരം, ഞാൻ രശ്മി. ഇന്ന് നമ്മൾ റെസിപ്പി വീഡിയോ ഒന്നുമല്ല കേട്ടോ, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഒരു കൊച്ചു ടിപ്പാണ്. പച്ചമാങ്ങ പഴുപ്പിച്ചെടുക്കുമ്പോൾ എങ്ങനെ കേടുകൂടാതെ പുഴുക്കുത്തൊന്നും ഇല്ലാതെ പഴുപ്പിച്ചെടുക്കാം എന്നുള്ള ഒരു കൊച്ചു സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ശരിക്കും ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കാം, പക്ഷെ ഒരുപാട് പേരുണ്ടാവും അറിയാത്തത് എന്നെ പോലെ. അപ്പോൾ നാട്ടിലൊക്കെ മാങ്ങ പറിച്ചു വെച്ച് പഴുത്ത് വരുമ്പോഴത്തേക്കും അത് കേടായിപ്പോയി, പുഴുക്കുത്ത് വന്നു, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. എന്നിട്ടും അവരാരും ഒന്നും ഈ ഒരു കാര്യം ചെയ്തും പറഞ്ഞും ഞാൻ കേട്ടിട്ടില്ല. ഇപ്പോഴാണ് ഞാൻ ഈ ഒരു കാര്യം അറിഞ്ഞത്. അപ്പോൾ അത് ചെയ്ത് നോക്കിയപ്പോൾ സക്സസ്ഫുൾ ആയി. അപ്പോൾ എന്നെപ്പോലെ അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഒരു വീഡിയോ ചെയ്യാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്, എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് കാണാം. അപ്പോൾ നമുക്ക് ഈ മാങ്ങ പറിച്ച ഉടനെ തന്നെ ചൂടുവെള്ളത്തിൽ, അതായത് 50 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിലുള്ള വെള്ളത്തിൽ വേണം ഇട്ട് വെക്കാനായിട്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾക്കൊരു പാത്രത്തിലേക്ക് നല്ല തിളച്ച വെള്ളം 1 ലിറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ 1 ലിറ്റർ നോർമൽ ടെമ്പറേച്ചറിലുള്ള വെള്ളവും ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം ഈ നോർമൽ ടെമ്പറേച്ചർ പകുതിയും കൂടെ ഒഴിക്കുമ്പോഴത്തേക്കും ഏകദേശം 50 ഡിഗ്രി സെൽഷ്യസ് ആയിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണൊക്കെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. നല്ല തിളച്ച വെള്ളം തന്നെ എടുക്കണം കേട്ടോ. ഇപ്പം ഈ വെള്ളം എന്ന് പറയുന്നത് ഏകദേശം ഒരു 50 ഡിഗ്രി സെൽഷ്യസ് ചൂടുള്ള വെള്ളമാണ്. അതിലേക്ക് നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം. ഇപ്പം നമുക്ക് കുറച്ച് മാങ്ങ, ഇപ്പം ഞാൻ കുറച്ച് കാണിക്കാനായിട്ട് ഒരു 5-6 മാങ്ങ എടുക്കുന്നുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു പാത്രത്തിൽ എടുക്കുന്നു. ഇപ്പോൾ കുറേ മാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ വലിയ ചെമ്പിലോ മറ്റോ എടുത്തിരുന്നാൽ മതി. ഈക്വലായിട്ട് തിളച്ച വെള്ളവും പച്ചവെള്ളവും കൂട്ടി മിക്സ് ചെയ്തെടുക്കാം. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കണം, ഒരുപാട് ചൂടിൽ ഇടുകയും ചെയ്യരുത്, മാങ്ങ അങ്ങ് വാടിപ്പോകും. അപ്പോൾ ഇതിട്ട് ഒരു 10 മിനിറ്റ് ഈ ചൂടുവെള്ളത്തിൽ അങ്ങ് ഇട്ട് വെക്കണം. നന്നായിട്ട് മുങ്ങിക്കിടക്കണം കേട്ടോ. മുങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പാത്രമോ എന്തെങ്കിലും വെച്ചൊന്ന് താത്തി കംപ്ലീറ്റ് ആ മാങ്ങയുടെ എല്ലാ പോർഷനും വെള്ളത്തിൽ മുട്ടിയിരിക്കുന്ന തരത്തിൽ വെച്ച് കൊടുക്കണം. ഇപ്പം ഏകദേശം ഒരു 10 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇതെല്ലാം നല്ലപോലെ തുടച്ച് വെള്ളമൊക്കെ കളയണം. ഇതിപ്പം എടുക്കുന്ന സമയത്ത് പഴുക്കാനായ മാങ്ങയൊന്നും ഇങ്ങനെ ചെയ്തിട്ട് വലിയ കാര്യമില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അത് പച്ച മാങ്ങയായിരിക്കുന്ന സമയത്ത് വണ്ട് വന്ന് കുത്തും. ഇതിപ്പോൾ കെണിയൊന്നും വെക്കാതിരിക്കുന്ന സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ വണ്ട് വന്ന് കുത്തി മുട്ടയൊക്കെ ഇട്ട് വെക്കും അതിൻ്റെ ഉള്ളിൽ. പച്ചമാങ്ങ ആവുന്ന സമയത്ത് ആസിഡിക് ആയിരിക്കും. അപ്പോൾ ആ സമയത്ത് മുട്ടയൊന്നും വിരിയില്ല. അത് മാങ്ങ പഴുത്ത് വരുന്ന സമയത്താണ് ആ ഒരു അസിഡിറ്റി കുറയും, പുഴുക്കളൊക്കെ ആവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ആയി കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് പറിച്ച ഉടനെയുള്ള പച്ചമാങ്ങ തന്നെ ഇട്ട് വെക്കണം. ഒരുപാട് മാങ്ങയൊന്നുമില്ല, കുറച്ച് മാങ്ങ കിട്ടിയിട്ടേ ഉള്ളൂ. ഇപ്പോൾ സൈത്താറിൻ്റെ ഫ്രണ്ട് കൊണ്ടു തന്നത്. അപ്പോൾ അവർ തന്നെ പറഞ്ഞതാണ് ഈ ഒരു കാര്യം. അങ്ങനെയാണ് ഞാൻ ഈ ഒരു കാര്യം അറിയുന്നത് തന്നെ. അപ്പോൾ അത് ഒന്ന് വീഡിയോ എടുത്തതാണ്. സക്സസ് ആവുകയാണെന്നുണ്ടെങ്കിൽ എന്നെപ്പോലെ അറിയാത്തവർക്ക് ഉപകാരമായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചു. ഇപ്പോഴും മാങ്ങയുടെ പുറത്ത് പിടിക്കുന്ന സമയത്ത് നമുക്ക് മാങ്ങയ്ക്ക് ചെറിയൊരു ചൂട് ഉണ്ടാവും. അപ്പോൾ ആ ചൂടൊന്ന് പോയതിന് ശേഷം മാത്രം നമുക്കിത് എടുത്ത് വെക്കാം. ഇപ്പോൾ അതാ ചൂടൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഓരോ മാങ്ങയും പേപ്പറിൽ പൊതിഞ്ഞിട്ട് വെക്കുകയാണ്. ഇങ്ങനെയാണ് നാട്ടിലൊക്കെ വെക്കുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ വെക്കുന്നത്. അപ്പോൾ മാങ്ങ തമ്മിൽ ഇങ്ങനെ മുട്ടിയിരിക്കുമ്പോഴാണ് പെട്ടെന്ന് കേടായി പോകാനൊക്കെ സാധ്യത എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് പേപ്പറിൽ പൊതിഞ്ഞ് വെക്കുന്നത്. പേപ്പറിന് പകരം വൈക്കോലോ ശീമക്കൊന്നയുടെ ഇലയോ കണിക്കൊന്നയുടെ ഇലയോ ഏതെങ്കിലുമൊക്കെ വെച്ചാലും മതി. അതൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. പിന്നെ ഇടയ്ക്കൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ, അടിയിലുള്ള മാങ്ങ ചിലപ്പോൾ ആദ്യം പഴുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടോ എന്നൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ പഴുത്തങ്ങ് ചീഞ്ഞു പോകണ്ട. അപ്പം എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ ഇത് മാങ്ങ പഴുത്തിട്ടുണ്ട്. ഒരു 5-6 ദിവസം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും തന്നെ മാങ്ങ പഴുത്ത നല്ല മണം വരുന്നുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. നല്ല കളറൊക്കെ വന്ന് ഇരിപ്പുണ്ട്. നമുക്കൊന്ന് മുറിച്ച് നോക്കാം. നല്ല അടിപൊളിയായിട്ട് നല്ല മഞ്ഞ കളറിൽ പഴുത്ത മാങ്ങ, ഒരു കേടുപോലും ഇല്ല കേട്ടോ. നല്ല ഭംഗിയായിട്ട് തന്നെ പഴുത്തിരിപ്പുണ്ട്. ഇത് തന്നവർ പറഞ്ഞത് ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരുടെ ഒരൊറ്റ മാങ്ങ പോലും കിട്ടാറില്ല എന്നാണ് പറഞ്ഞത്. മുഴുവൻ പുഴുവന്ന് കേടായി പോകുന്നതാണ് പറഞ്ഞത്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അധികമൊന്നും അങ്ങനെ ആവാറില്ല. വല്ലപ്പോഴും 1-2 എണ്ണമൊക്കെ ചിലപ്പോൾ കേടായി പോകും, അത്രയേ ഉള്ളൂ. അല്ലാതെ ബാക്കിയെല്ലാം കിട്ടാറുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ശരിക്കും നല്ലൊരു കാര്യമല്ലേ. അത് ഒരെണ്ണവും കൂടെ ഞാൻ എടുത്തൊന്ന് മുറിച്ച് നോക്കട്ടെ. അപ്പോൾ അതിൻ്റെ പുറമെയൊക്കെ നല്ലൊരു കറുപ്പ് കളറൊക്കെ ആയിട്ടുണ്ട്. എന്നാൽ ഉൾഭാഗം ഒന്നും ഒരു കേട് വന്നിട്ടില്ല, നന്നായിട്ട് തന്നെയുള്ളത്, ഒരു കുഴപ്പവുമില്ല. നല്ലൊരു ടിപ്പാണ്. അപ്പോൾ മാങ്ങയൊക്കെ പറിച്ചിട്ടൊക്കെ പഴുപ്പിക്കാനൊക്കെ വെക്കുന്നവർക്ക് വളരെയധികം ഉപകാരപ്പെടും എന്ന് തോന്നിയുകൊണ്ട് ഷെയർ ചെയ്തതാണ്. ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, ഒരുപാട് ചൂട് ആയി പോവുകയും ചെയ്യരുത്. പിന്നെ കൂടുതൽ സമയം വെള്ളത്തിലിട്ട് വെക്കുകയും ചെയ്യേണ്ട, ആ പറഞ്ഞ സമയം മാത്രം മതി. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. അറിയാത്തവർക്ക് ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.